നമസ്കാരം. വിഷുഫലത്തിൽ ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള ചെറിയ രീതിയിലുള്ള പരിഹാരങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വർഷത്തിൽ ഈ വിഷുഫലത്തിൽ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. ജാതകം വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഇപ്പോഴത്തെ ദശ അപഹാരം മനസ്സിലാക്കുകയും തുടർന്ന് ഗ്രഹങ്ങൾ നീചസ്ഥാനത്തോ ദുസ്ഥാനങ്ങളിലോ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഇപ്പോൾ നടക്കുന്ന ഈ വർഷത്തിൽ തന്നെ നടക്കുന്ന ശനിമാറ്റം, വ്യാഴമാറ്റം, രാഹു കേതു മാറ്റം, ഈ മാറ്റങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഇതെല്ലാം മനസ്സിലാക്കി അതിൻ്റേതായ പരിഹാരങ്ങളും കൂടി ചെയ്താൽ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വരികയും നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ജാതകഫലം അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മാസവും നടക്കാറുള്ള ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നവർ, ജോലി, വിവാഹം, വിദ്യാഭ്യാസം, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കടങ്ങൾ, അതുമാത്രമല്ല ജോലിയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ബിസിനസ്സിലെ പരാജയം, കുടുംബത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇതെല്ലാം മാറുന്നതിന് വേണ്ടി പൂജ നടത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേര് ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും കുറിച്ചിടുക അല്ലെങ്കിൽ എഴുതിയിടുക. അതിനോടൊപ്പം എന്താണ് വിഷയം എന്നുള്ളതും കൂടി ഒരു ചെറുതായിട്ട് രേഖപ്പെടുത്തുക. വിവാഹമാണെന്നൊരു വിവാഹം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമാണെങ്കിൽ അങ്ങനെ, ജോലിയുടെ കാര്യമാണ് ഇങ്ങനെ. അപ്പോൾ അതനുസരിച്ച് പ്രാർത്ഥനയിൽ ആ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് നിങ്ങൾക്കൊരു ചെറിയൊരു മാറ്റം ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം തന്നെയാണ്. ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി എന്നാൽ ചെയ്യാൻ പറ്റുന്ന സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രാർത്ഥനയിൽ നിങ്ങളുടെ പേരുന്നാൾ ഉൾപ്പെടുത്തുന്നത് എന്നത്. അപ്പോൾ ഞാനതിനു വേണ്ടി ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുകയും പൂജയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. പേരുന്നാളും കൃത്യമായി രേഖപ്പെടുത്തുക. ഈ ഒരു വർഷം ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്നുണ്ടെങ്കിൽ അലസതയും മടിയും വെടിഞ്ഞ് ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നേട്ടങ്ങളും വിജയങ്ങളും ഉണ്ടാകുക തന്നെ ചെയ്യും. ലേശം മടി കൂടുതലായി കാണുന്ന സമയം തന്നെയാണ്. അശ്രദ്ധ കൊണ്ട് മാത്രം അബദ്ധങ്ങൾ വന്നു ചേരുന്ന ഒരു വർഷം തന്നെയാണ്. അശ്രദ്ധയെല്ലാം മാറ്റിവെച്ച്